ടൈം ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. എന്താണ് ടൈം ലെറ്റർ ഓഫ് ക്രെഡിറ്റ്? അതിൻ്റെ വേറൊരു പേരാണ് യൂസൻസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. എന്താണ് യൂസൻസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ മാർക്കറ്റിൽ, വിദേശ മാർക്കറ്റിൽ കടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ്. മിക്കവാറും അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് മാർക്കറ്റിൽ ഉള്ള പ്രൈസസ് ഇന്ത്യൻ മാർക്കറ്റിലുള്ള പ്രൈസസിനെക്കാട്ടിലും ചിലപ്പോൾ കുറവായിരിക്കും, മാർജിൻ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് എക്സ്പോർട്ടിൽ നിന്നുള്ള ലാഭം. അപ്പോൾ യൂസൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് വലിയൊരു, കാരണം ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന്, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന് ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാതെ വരും എന്നുള്ളത് കൊണ്ട് അത് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു എൽ സി ആണ് യൂസൻസ് എൽ സി. പക്ഷേ എന്താണ് യൂസൻസ് എൽ സി എന്ന് ഞാൻ പറയാം. യൂസൻസ് എൽ സി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രോഡക്റ്റ് അയച്ച് നമ്മുടെ ഡോക്യുമെന്റ് നമ്മുടെ ബാങ്കിൽ കൊടുത്ത ശേഷം ഇത്ര ദിവസത്തേക്ക് ക്രെഡിറ്റ്, ബാങ്കിൽ കൊടുത്തതിൽ നിന്നും 90 ദിവസം കഴിഞ്ഞ് പേയ്മെന്റ് എന്നുള്ള കണക്കിലുള്ള ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് യൂസൻസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. യൂസൻസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധനം പ്രൊക്യൂർ ചെയ്തു, നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്തു. 100 ടണ്ണിന് നമ്മൾ ശരി ഒരു 1 കോടി 2 കോടി രൂപയാണെന്ന് വയ്ക്കും. 2 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡോക്യുമെന്റ് എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പണം നമ്മുടെ ബാങ്ക് വഴി നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ 60 ദിവസമോ 90 ദിവസമോ യൂസൻസ് കഴിഞ്ഞിട്ടാണ്. യൂസൻസ് എൽ സി ഒരു കുറച്ച് റിസ്ക് ഉള്ള ഒരു ക്രെഡിറ്റ് പീരീഡ് ഉള്ള ഒരു എൽ സി ആണ്. അത് ഏറ്റവും പ്രധാനം ഈ പലിശ ഫാക്ടറാണ്, നമുക്ക് പലിശ നഷ്ടപ്പെടും എന്നുള്ള ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ യൂസൻസ് എൽ സി കുറച്ച് അത്ര ഒരു റെക്കമെൻഡഡ് എൽ സി അല്ല. ഇത് കൂടാതെ പലതരത്തിലുള്ള എൽ സികളുണ്ട്. അത് ഓരോ എൽ സിക്കും ഈ പറഞ്ഞ ടേംസിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ടും എൽ സികളെ മാറ്റിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പലതരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയ്ക്കാം. ഇതെല്ലാം ഒരു ടൈലർ മെയ്ഡ് പോലെയുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ എൽ സിയെ കുറിച്ച് നമ്മൾ വളരെ അധികം നന്നായി പഠിക്കുമ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു എൽ സി ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൽ സി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മനസ്സിലാവും. ഈ വീഡിയോയുടെ അവസാനം ആ എൽ സി വരുന്നുണ്ട്. ആ എൽ സി നിങ്ങൾ പൂർണ്ണമായിട്ടും കുറച്ച് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളത് മനസ്സിലാവും. ഈസിയാണ്, പക്ഷേ കുറച്ച് ഒരു ടെക്നിക്കലായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളൊരു പാരഗ്രാഫ് എസ്സേ എഴുതുന്നത് പോലെ അല്ല, എല്ലാം ലിസ്റ്റഡ് ആണ്. ഓരോ ഡോക്യുമെന്റ്സിനെ കുറിച്ചും ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ എൽ സിയിലൂടെ നമുക്ക് നമ്മുടെ പേയ്മെന്റുകൾ ഉറപ്പാക്കിക്കൊണ്ട് വിദേശ വ്യാപാരം നടത്താം. എൽ സിയുടെ ഈ പറയുന്ന വീഡിയോ കാണുക.